പരിശുദ്ധനായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. റോമാലേഖന പഠനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. 91-ാമത്തെ അവതരണമാണ് റോമലേഖനം. വിശ്വാസിയെ സംബന്ധിച്ചൊരു പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ പുസ്തകം. അതിൻ്റെ 91-ാമത്തെ അവതരണത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു. 5-ാം അധ്യായത്തിലേക്ക് ഇന്ന് പ്രവേശിക്കാൻ ആഗ്രഹിക്കുക. അതിനു മുമ്പ് ഒരിക്കൽ കൂടി വീണ്ടും അബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ നിന്ന് ദൂരെ നിന്നൊന്ന് വീക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നാം അനുഗമിക്കേണ്ടത് അബ്രഹാമിൻ്റെ വിശ്വാസമാണ്. നമ്മുടെ മാതൃകയായി അബ്രഹാമിൻ്റെ വിശ്വാസത്തെ നൽകിയിരിക്കുന്നു. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കഴിവിലായിരുന്നു. തൻ്റെ കഴിവിലല്ല, തൻ്റെ വിശ്വാസത്തിലല്ല, തൻ്റെ ചിന്തകളിലല്ല. ദൈവത്തിൻ്റെ കഴിവ്, ദൈവത്തിന് എന്ത് കഴിയും എന്നതിലാണ് അബ്രഹാം വിശ്വസിച്ചത്. വളരെ പ്രധാനമാണ്. യിരെമ്യാവിൻ്റെ പുസ്തകം 32:27 യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു, ഞാൻ സകല ജഡത്തിൻ്റെ ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ദാനിയേലിൻ്റെ പുസ്തകം 3:17 തീച്ചയുടെ നടുവിൽ കിടക്കുമ്പോൾ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ വിടുവിക്കും. ദൈവത്തിൻ്റെ കഴിവിൽ അവർക്ക് സംശയമുണ്ടായിരുന്നില്ല. മത്തായി 3:9 യോഹന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യം കാണാം. ദൈവത്തിന് കഴിയും കല്ലുകളിൽ നിന്ന് ദൈവത്തിന് അബ്രഹാമിൻ്റെ മക്കളെ ഉണ്ടാക്കാൻ. ലൂക്കോസ് 1:37 ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിന് അസാധ്യമൊന്നുമില്ല. റോമലേഖനം 11:23 ദൈവം വ്യക്തമായിട്ട് അവിടെ പൗലോസിലൂടെ പറയുകയുണ്ടായി, ദൈവം ശക്തനാണ്. വെട്ടിക്കളഞ്ഞ കൊമ്പുകളെ ഒട്ടിച്ചേർക്കാൻ ദൈവം ശക്തനാണ്. റോമർ 14:4 കർത്താവിൻ്റെ ദാസനെ നിർത്തുവാൻ ദൈവം ശക്തനാണ്. റോമർ 16:25-27 വരെ നിങ്ങളെ ബലപ്പെടുത്തുവാൻ, യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവം, കഴിവുള്ള ദൈവം. 2 കൊരിന്ത്യർ 9:8 ദൈവം ശക്തനാണ്. എഫേസ്യ ലേഖനം 3:20-21 നാം ചോദിക്കുന്ന നിനക്കുന്നതിൽ അത്യന്തം പരമായി നമ്മൾ ചെയ്തു തരാൻ കഴിയുന്ന ദൈവം. 2 തിമോഥെയോസ് 1:12 പൗലോസിൻ്റെ സാക്ഷ്യം, എൻ്റെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്, ദൈവത്തിന് കഴിയും, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് എന്നെ ഉറപ്പിച്ചു നിർത്താൻ കഴിയും. 1 കൊരിന്ത്യർ 10:13 പോക്കുവഴി നൽകി തരാൻ കഴിയുന്ന ദൈവം. എബ്രായർ 2:18 എബ്രായർ 7:25 എബ്രായർ 11:19 എല്ലാം ഇത് കാണാം. യാക്കോബ് 4:12 ജൂദ 24:25 വീഴാതെ ഉണ്ണം നമ്മെ മഹിമാസന്നിധി നിർത്താൻ കഴിവുള്ള ദൈവം. അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ബലം എവിടെയാണ്? തൻ്റെ കഴിവിലല്ല, തൻ്റെ ആത്മീക ശുശ്രൂഷകളിലല്ല, ദൈവത്തിൻ്റെ കഴിവ്. അതുകൊണ്ടാണ് നാം വചനം പഠിക്കേണ്ടത്, ദൈവത്തെ മനസ്സിലാക്കേണ്ടത്. അബ്രഹാം യാഥാർത്ഥ്യങ്ങളെ നേരിട്ടു. തൻ്റെ ശരീരം നിർജീവമായി പോയതും തൻ്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം താൻ ഗ്രഹിച്ചു. വിശ്വാസത്തിൽ വസ്തുതകൾ ഗ്രഹിക്കും. വിശ്വാസം എപ്പോഴും യാഥാർത്ഥ്യങ്ങളെ നേരിടും, അത് അവഗണിച്ച് കളയില്ല. കഠിനമായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ള യഥാർത്ഥമായ തടസ്സങ്ങളാകാം. അതില്ലെന്ന് നടിക്കില്ല. അന്ധമായ ശുഭാപ്തി വിശ്വാസത്തിലല്ല ജീവിക്കേണ്ടത്. നാം പൂർണ്ണമായി വിവരം പ്രാപിക്കണം ഒരു വിഷയത്തെക്കുറിച്ച്. നമ്മുടെ പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ച്. എന്താണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം? ആ പ്രശ്നത്തെ യഥാർത്ഥമായി പഠിച്ച് മനസ്സിലാക്കണം. അത് ചിലപ്പോൾ ചില പ്രതിസന്ധികളാകാം, ചിലപ്പോൾ അസാധാരണമായുള്ള വിഷയങ്ങളാകാം. വസ്തുതകൾ നേരിടണം. അബ്രഹാം നേരിട്ടു. അബ്രഹാം വസ്തുതകളൊക്കെ നേരിട്ടിട്ട് തന്നിൽ തന്നെ അവസാനിച്ചില്ല. വസ്തുതകളെല്ലാം വ്യക്തമായി പരിശോധിച്ചിട്ട് തന്നിൽ തന്നെ കുനിഞ്ഞുകൂടിയിരുന്നില്ല. അബ്രഹാം ദൈവത്തിങ്കിലേക്ക് നോക്കി. തൻ്റെ കഴിവില്ലായ്മകളും ബലഹീനതകളും നേരിടുന്ന പ്രയാസങ്ങളുടെ നടുവിലും അബ്രഹാം തലയുയർത്തി ദൈവത്തിലേക്ക് നോക്കി. എന്നിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. കാരണം ദൈവത്തിൻ്റെ ശക്തിയാണ് തൻ്റെ മനസ്സ്. തൻ്റെ മനസ്സ് മുഴുവൻ ദൈവത്തിൻ്റെ ശക്തിയാണ്. തൻ്റെ ബലഹീനതകൾ തനിക്കറിയാം, പക്ഷെ അതോടൊപ്പം ദൈവത്തിൻ്റെ വലിപ്പം അറിയാം. ദൈവം അത്യുന്നതനാണെന്നറിയാം. ദൈവം പരിശുദ്ധനാണ്, സർവശക്തനെന്നറിയാം. നമ്മുടെ ബലഹീനതയിലേക്കല്ല നോക്കേണ്ടത്, ദൈവത്തിൻ്റെ ശക്തിയിലേക്കാണ്. അവിശ്വാസത്താൽ താൻ ക്ഷീണിച്ചില്ല, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ സംശയിച്ചില്ല. അതിനുപകരം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. വിശ്വാസമാണ് വ്യത്യാസം കൊണ്ടുവന്നത്. വിശ്വാസമാണ് എവിടെയും വ്യത്യാസം കൊണ്ടുവരുത്തുന്നത്. നമ്മൾ അതിശയിച്ചു പോകും. ആ മനുഷ്യരെങ്ങനെ അത് അതിജീവിച്ചു? ആ മനുഷ്യരെങ്ങനെ രോഗക്കിടക്കിൽ എഴുന്നേറ്റ് പോകുന്നു? ആ മനുഷ്യരെങ്ങനെ സാമ്പത്തിക കടക്കണിയിൽ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിന്നു? ആ കുടുംബം എങ്ങനെ ഇത്രമാത്രം സംഘർഷ നടുവിലും അവസാനം ഒരുമിച്ച് നിന്നു? ഒറ്റ ഉത്തരം, ദൈവത്തിലുള്ള വിശ്വാസം. അതാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അതില്ലാത്തടത്ത് ഒരു മാറ്റവുമില്ല. പൗലോസ് അപ്പോസ്തലൻ അബ്രഹാമിൻ്റെ വിശ്വാസത്തിലൂടെയുള്ള ഉറപ്പ് കാണിച്ചിരിക്കുകയാണ്. 4:21 പൗലോസ് പറഞ്ഞു, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. പൂർണ്ണ ഉറപ്പാണ്.
അബ്രഹാമിന് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ. കാരണം അബ്രഹാം ദൈവത്തിൻ്റെ വലിപ്പം കണ്ടു. ഇബ്രാഹിം ലേഖനം 11-ാം അധ്യായത്തിൽ ആദ്യത്തെ 6 വാക്യങ്ങളിൽ വിശ്വാസ വീരന്മാരെക്കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ വായിച്ചു നോക്കിയാൽ മതി. അത് നോഹയാകട്ടെ, അബ്രഹാം ആകട്ടെ, ദാനിയേലാകട്ടെ, മെതുശലേം, എല്ലാവരെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വിശ്വാസം, ദൈവത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായി, ഉറപ്പ് കൊടുത്തു. 2, ദൈവം പോഷ്ക്ക് പറയില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ വാഗ്ദാനം ചെയ്താൽ അത് കള്ളമല്ല, സത്യമാണ്. റോമർ 3:4 നമുക്കറിയാം. ദൈവം പോഷ്ക്ക് പറയില്ല. തീത്തോസ് 1-ാം അധ്യായം 1-2 വാക്യം. പോഷ്ക്കില്ലാത്ത ദൈവം. എബ്രായ ലേഖനം 6-ാം അധ്യായം നമുക്ക് നങ്കൂരം പോലെ ഉറപ്പ് കിട്ടുന്നത് ദൈവം പോഷ്ക്ക് പറയില്ലെന്ന സത്യമാണ്. എബ്രായ ലേഖനം 6:13-17 വരെ. 3-ാമത് ദൈവത്തിൻ്റെ കഴിവ്. 1 തെസ്സലോനിക്കർ 5:24 നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന ദൈവം. എഫേസ്യർ 3:20-21 യൂദയുടെ ഏകലേഖൻ, ഒരു അധ്യായം മാത്രമുള്ള യൂദയുടെ പുസ്തകം 24-25 വാക്യം. അപ്പോൾ 3 കാര്യങ്ങൾ. 1 ദൈവത്തിൻ്റെ വലിപ്പം, 2 ദൈവം പോഷ്ക്ക് പറയില്ല, 3 ദൈവത്തിൻ്റെ കഴിവ്. ഇതാണ് വിശ്വാസത്തിൽ ഉറപ്പ് കിട്ടിയത്. അബ്രഹാം ഉറച്ചു ഈ കാര്യത്തിൽ. കൂടാതെ അബ്രഹാമിന് ചില ബോധ്യങ്ങളുണ്ടായി. വിശ്വാസം നൽകിയ ബോധ്യങ്ങൾ എന്താണ്? കാരണം ദൈവമാണ് വാഗ്ദാനം ചെയ്തത്. മനുഷ്യർ പറഞ്ഞ വാക്ക് മാറും, ഒരു നിശ്ചയമില്ല ഒന്നിനും. പക്ഷെ ദൈവം വാഗ്ദാനം ചെയ്തു. വാഗ്ദാനം ചെയ്ത ദൈവത്തിന് താൻ ചെയ്ത വാഗ്ദാനം സംഭവിപ്പിക്കുവാനും കഴിവുണ്ട്. മത്തായി 14:21 യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, ഞാൻ എത്ര നാൾ നിങ്ങളെ സഹിക്കും? നിങ്ങൾ എന്തിനാണ് സംശയിച്ചത്? നമ്മളെപ്പോഴും സംശയിക്കും. ആദ്യം ചുവട് വയ്ക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ സംശയിക്കും. 2 തിമോഥെയോസ് 1:12 പൗലോസ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം, അവ എൻ്റെ ഉപനിധി അവസാനത്തോളം സംരക്ഷിപ്പാൻ ശക്തനാണ്. ദൈവം പഴയ കാലത്ത് നമ്മൾ പഠിക്കുമ്പോൾ അനവധി വാഗ്ദാനങ്ങൾ നൽകി അവയെല്ലാം പാലിച്ചു. ദൈവം വാഗ്ദാനം ചെയ്തതിൽ ഒന്നുപോലും പിഴവ് വന്നില്ല, ഒന്നുപോലും സംഭവിക്കാതിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം അബ്രഹാമിനെക്കുറിച്ച് അറിയാം. അബ്രഹാം ചോദിക്കേണ്ട മനസ്സ് തന്നോട് തന്നെ, തന്നെക്കുറിച്ച് ദൈവം ഒരു വാഗ്ദാനം നൽകി, ഒരു സന്തതിയെക്കുറിച്ച് വാഗ്ദാനം നൽകി, അത് സംഭവിക്കില്ലേ? ദൈവം ഇതുവരെ ചെയ്ത സകല വാഗ്ദാനങ്ങൾ സംഭവിച്ചുവെങ്കിൽ ഇതെന്തുകൊണ്ട് സംഭവിക്കില്ല? ദൈവം കള്ളം പറയില്ലല്ലോ, ദൈവത്തിൻ്റെ വാക്കുകൾ പാലിക്കുമല്ലോ. ഇബ്രായ ലേഖനം 6:14-17, തീത്തോസ് 1:2, 2 കൊരിന്ത്യർ 1:20 വാക്യങ്ങൾ. ഇപ്പോൾ വിശ്വാസത്തിൽ നമുക്ക് പറയാൻ കഴിയും, ഇത് സംഭവിക്കും. ദൈവം വഴി തുറക്കും. അസാധാരണമായി നമുക്ക് തോന്നാം, പക്ഷെ ദൈവം വഴി തുറക്കും. അപ്പം അത് ശരിയെന്ന ബോധ്യം, അതൊക്കെ ഒരു നിശ്ചയം നമുക്ക് ദൈവിക ശക്തി ഇറക്കിക്കൊണ്ടുവരാൻ സഹായിക്കും. ശരിയെന്ന ബോധം, ദൈവത്തിനടുക്കൽ വന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും ഇത് ശരിയാണ് എന്ന ബോധ്യം വേണം. ഞാൻ കേൾക്കുന്നത് സത്യമാണെന്നുള്ള നിശ്ചയം വേണം. വിശ്വാസത്തിൻ്റെ നിർവചനം തന്നെ ശ്രദ്ധിച്ചാൽ മതി. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയം. മത്തായി 9-ാം അധ്യായത്തിൻ്റെ 27-30 വരെ കർത്താവ് യേശു കുരുടനായ മനുഷ്യരോട് ചോദിക്കും, എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഉവ്വ്, നിനക്ക് കഴിയും. അവന് കാഴ്ച കിട്ടി. യോഹന്നാൻ 11:25, നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ മാർത്തേ? ഞാൻ വിശ്വസിക്കുന്നു. യോഹന്നാൻ 11:38-44 വരെ വായിച്ചാൽ മതി. അപ്പം ഈ വിശ്വാസം, അബ്രഹാം ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസം നമുക്ക് വേണ്ടി എന്താ നൽകിത്തരുന്നത്? 22, 23, 24 വാക്യങ്ങൾ. റോമർ 4. അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ച് നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചു മരിക്കുന്ന നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചെന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്നത് നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ. 25-ാം വാക്യോട് ചേർത്താണ് വായിച്ചത്. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ കാണിച്ചിരിക്കുകയാണ് ഈ വിശ്വാസം, അബ്രഹാമിൻ്റെ വിശ്വാസം, അത് നീതിമാനായി അബ്രഹാമിനെ കണക്കിടുവാൻ കാരണമായി. ഇപ്രകാരമുള്ള വിശ്വാസമുള്ള ആർക്കും ഈ നീതി ലഭ്യമാണ്, നീതീകരണം സാധ്യമാണ്. ഈ സത്യം, ഇതിൻ്റെ ചരിത്രരേഖ ഉൾപ്പെടെ, അബ്രഹാമിൻ്റെ ഈ വിശ്വാസത്തെക്കുറിച്ച് ചരിത്രപരമായി രേഖപ്പെടുത്തിയതുൾപ്പെടെ അബ്രഹാമിനെക്കുറിച്ച് മാത്രമല്ല, അബ്രഹാമിന് വേണ്ടിയല്ല, അബ്രഹാമിനെ നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മെ ഓർത്തും കൊണ്ടാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലും എബ്രായർ 11:39-40 വാക്യങ്ങളിലും ഇത് വ്യക്തമായി കാണാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 39-40 വാക്യങ്ങളിൽ പറയുന്ന ഇപ്രകാരമാണ്: അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ട ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതിയിരുന്നു. പുതിയ വിശ്വാസികൾക്ക് വേണ്ടി അവരെ ആശ്വസിപ്പിക്കാൻ, പ്രത്യാശ നൽകാൻ, പ്രബോധിപ്പിക്കാൻ, പഠിപ്പിക്കാൻ പാഠങ്ങളായിട്ട് നൽകിയിരിക്കുകയാണ്. റോമലേഖനം 4:19 നമുക്കതാണ് പറയുന്നത്. ഇപ്പം വിശ്വാസം നീതി കൊണ്ടുവന്നു.
അബ്രഹാമിനെ നീതീകരിച്ചു. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ ഒരുവനെ സഹായിക്കുന്നത്, അവനെ നിലനിർത്തുന്നത് വിശ്വാസമാണ്. ദാനിയേലാകട്ടെ, ശദ്രക്, മേശക്, അബേദ്നെഗോവാകട്ടെ, ഇവരെല്ലാം നിലനിന്നത് പ്രതികൂലത്തിന് നടുവിൽ വിശ്വാസമാണ്. ഇബ്രാഹിം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 20 വരെ വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രാപിക്കുന്നത് വിശ്വാസത്താലാണ്. ഇബ്രാഹിം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം മുതൽ 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വരെ വിശ്വാസ വീരന്മാരെക്കുറിച്ചുള്ള അധ്യായം ഉൾപ്പെടെ അവിടെ മുഴുവൻ പറയുന്ന വേദഭാഗങ്ങൾ വിശ്വാസം എങ്ങനെയാണ് നമുക്ക് നിലനിൽപ്പ് തരുന്നത്, പ്രതികൂല നടുവിൽ കടന്നു പോകാൻ സഹായിക്കുന്നത്. നമ്മൾ റോമലേഖനം 5 പഠിക്കുമ്പോഴും കാണാം ആദ്യത്തെ 11 വാക്യങ്ങൾ. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിലും ഇതേ സത്യം നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ ലോകത്തെ ജയിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തെ ജനിച്ചതൊക്കെ ഈ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവത്തിൽ നിന്ന് വിശ്വസിക്കുന്നതിനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചത്? ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ, പ്രതിസന്ധികൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഇതിനെ അതിജീവിക്കണം. എന്താ വേണ്ടത്? നല്ല വേഷമല്ല, നല്ല കെട്ടിടമല്ല, ദൈവത്തിലുള്ള വിശ്വാസം. അവസാനമായി പൗലോസ് 25-ാം വാക്യം നമ്മൾ വായിച്ച റോമലേഖനം 4:25 നമ്മുടെ വിശ്വാസം എവിടെയായിരിക്കണം? ഇപ്പോൾ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്ക് എന്തിനാണ് യേശുവിനെ നൽകിയത്? 24 നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനെ ഏൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന 2 കാര്യങ്ങളോട് എടുത്തു പറയും. ഒന്ന്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനായി ഏൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ, അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്കും ഈ നീതി കണക്കിടും. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അതുപോലെ പുതിയ വിശ്വാസിയും ദൈവത്തിൽ വിശ്വസിക്കണം. മരിച്ചവരിൽ നിന്ന് കർത്താവ് യേശുവിനെ ഉയർപ്പിച്ച ദൈവത്തിൽ, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത യേശുവിൽ, നമ്മുടെ നീതീകരണത്തിന് ഉയർപ്പിക്കപ്പെട്ട യേശുവിൽ, ആ യേശുവിനെ ഉയർപ്പിച്ച ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കണം. റോമലേഖനം 15-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇപ്രകാരമാണ്: എന്നാൽ മുൻ എഴുതിയിരിക്കുന്നൊക്കെ നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് എഴുതിയിരിക്കുന്നു. റോമലേഖനം 10:9, 10 ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, അതിനെ കൊണ്ട് ഏറ്റുപറയണം. ഗലാത്യർ 1:4, പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വാക്യങ്ങളിൽ പെന്തക്കോസ്ത് നാളിൽ സ്വർഗീയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന അപ്പോസ്തലന്മാർ 22 മുതൽ 24 വരെ ഇസ്രായേൽ പുരുഷന്മാരെ വചനം കേട്ടുകൊള്ളുവിൻ, നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെക്കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചെന്ന പുരുഷനായ നസ്രായനെ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങളതിനെ അധർമ്മികളുടെ കൈകളാൽ തറപ്പിച്ചു പോന്നു. ദൈവമോ മരണപാശങ്ങൾ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് സാധ്യമാണ്. ദൈവം ഉറപ്പിച്ച ക്രിസ്തു നമ്മുടെ വിശ്വാസത്തോടെ അർപ്പിക്കണം. അങ്ങനെ പ്രസംഗിച്ച ശേഷം 36 വാക്യങ്ങളിൽ ഇവിടെ പത്രോസോ മറ്റപ്പോസ്തലന്മാർ വ്യക്തമായി പറഞ്ഞു: ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെ നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇതാണ് ആദ്യ സുവിശേഷ പ്രസംഗം. അത് കേട്ട ഹൃദയത്തെ കുത്തുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ മഷിയെ ഞങ്ങൾ തള്ളിക്കളഞ്ഞോ? ഞങ്ങളുടെ മഷിയെ ഞങ്ങൾ തന്നെ ക്രൂശിച്ചോ? എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും? എങ്ങനെ ഈ പാപം നീക്കും? നിങ്ങൾ ഓരോരുത്തരും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പി. നിങ്ങൾ തള്ളിക്കളഞ്ഞ അതേ നാമത്തെ അംഗീകരിപ്പിൻ, അതേ നാമത്തിന് കീഴ്പ്പെടുവിൻ. യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ അധികാരം, നാമം എന്ന് പറഞ്ഞ അധികാരം, യേശു നിക്ഷിപ്തമായിരിക്കുന്ന ദൈവിക അധികാരം, യേശുവിൻ്റെ മഷിക നിങ്ങൾ അംഗീകരിക്കുക. തിരുവെഴുത്തുകൾ സാക്ഷ്യപ്പെടുത്തുന്ന മഷികയെ, ആ മഷിക കീഴ്പ്പെടുക, ആ ക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിക്കുക. തീർച്ചയായും സ്നാനപ്പെടുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആണ്. അത് യേശു ക്രിസ്തുവാണ് കൽപ്പിച്ചത്. യേശുവിൻ്റെ നാമം അംഗീകരിക്കുന്നവർ യേശു കൽപ്പിച്ച കൽപ്പന അനുസരിക്കും. അങ്ങനെ സ്നാനപ്പെട്ട് 3000 മുറ ഒറ്റ ദിവസം, തുടർന്ന് ദിവസങ്ങൾ, ആയിരങ്ങൾ ദിവസം തോറും സുവിശേഷം അനുസരിച്ച് സഭയുടെ വിസ്തീർണം ആരംഭിച്ചു. കർത്താവ് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ച് നമ്മുടെ നീതീകരണത്തെ ഉറപ്പിച്ച് പിടിക്കും. നമ്മൾ അർപ്പിക്കേണ്ട വിശ്വാസം അവിടെയാണ്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ക്രിസ്തു, നമ്മുടെ നീതീകരണത്തിന് ഉറപ്പിക്കപ്പെട്ട ക്രിസ്തു. ഇത് ദൈവകൃപയാണ്, നമ്മുടെ പ്രവൃത്തിയല്ല. മാനുഷിക പ്രവൃത്തികൾ ദൈവകൃപയെ നിഷ്ഫലമാക്കും. ഇപ്പോൾ റോമലേഖനം 5:1 പ്രവേശിക്കുമ്പോൾ 5:1 നമുക്കതൊന്ന് വായിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താലാണ് നീതീകരണം, ദൈവത്തോട് സമാധാനം, ക്രിസ്തുവിൻ്റെ രക്തം. അവിടെയാണ് ദൈവശക്തി. പൗലോസ് അപ്പോസ്തലൻ റോമിലേക്ക് പോകാൻ പേടിച്ചില്ല, ഭയപ്പെട്ടില്ല. കാരണം സുവിശേഷത്തിൽ ദൈവശക്തി അടങ്ങുന്നു. 3:25 റോമലേഖനത്തിൽ അത് കാണാം. അപ്പോൾ 4 ഉപസംഹാരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന സന്ദേശം, അതായത് സുവിശേഷം, അതാണ് ദൈവകൃപ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ,
ദൈവകൃപയ്ക്ക് അധീനരാകുവാൻ നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു ഉറപ്പ് നമുക്ക് വേണം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി മരിച്ച ക്രിസ്തു, ഏൽപ്പിക്കപ്പെട്ട ക്രിസ്തു, ദൈവം യാഗമായി ഏൽപ്പിച്ച ക്രിസ്തു, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, തിരുവെഴുത്തുകളിൻ പ്രകാരം അതാണ് സുവിശേഷം. ആ സുവിശേഷത്തോട് നാം അനുസരണം കാണിക്കുമ്പോൾ സകല മനുഷ്യർക്ക് രക്ഷാകരമായ ദൈവകൃപ എന്ന ആ വലിയ സത്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും. കൃപയ്ക്ക് നാം അധീനരാകും. അതും ആ വഴി മാത്രമേ ഉള്ളൂ. മനുഷ്യൻ്റെ ആത്മീക ആവശ്യം, ലോകത്തിൽ മനുഷ്യർ ഓടുകയാണ് ദൈവത്തെ കൂടാതെ, ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട്, മാറ്റി നിർത്തിക്കൊണ്ട്. പക്ഷെ അതിലെല്ലാം വലുതാണ് മനുഷ്യൻ്റെ ആത്മീക ആവശ്യം. അത് യേശുവിൽ മാത്രമാണ് നിവൃത്തിയാകുന്നത്. ഇന്നത്തെ ആധുനിക സാങ്കേതിക ശക്തികൾ എന്തെല്ലാം വന്നാലും കർത്താവിൻ്റെ നിത്യശക്തിയുടെ മുമ്പിൽ അതൊന്നുമല്ല. കർത്താവിൻ്റെ ശക്തി അപാരമാണ്. ആ ശക്തി പ്രഭാവത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ്റെ ഒരു സാങ്കേതിക വിദ്യകളും അതിനോട് തുല്യം ചെയ്യാൻ സാധിക്കില്ല. ദൈവത്തിലുള്ള വിശ്വാസം അത് വളരെ ആവശ്യമാണ്. ഇവിടെ 4-ാമത്തെ അവസാനിപ്പിക്കുന്നു. 5-ാമത്തെ നമുക്ക് ആരംഭിക്കാം. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് 5-ാം അധ്യായം. പ്രത്യേകിച്ച് ആദ്യത്തെ 11 വാക്യങ്ങൾ, നീതീകരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ. ഇപ്പോൾ നാം വിശ്വാസത്തെ നീതീകരിക്കപ്പെട്ടു, അത് നമ്മൾ പഠിച്ചു, ചിന്തിച്ചു. ഇതിൻ്റെ അനുഗ്രഹങ്ങൾ എന്താണ്? നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ട അടിസ്ഥാനപരമായ 3 പ്രധാന പാഠങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ, റോമലേഖനം വിഭാഗിച്ചപ്പോൾ നമ്മൾ കണ്ടു 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ, കാരണം 1-ന്റെ 18 മുതൽ 3-ന്റെ 20 വരെ, 3-ന്റെ 21 മുതൽ 4-ന്റെ 25 വരെ പൗലോസ് അപ്പോസ്തലൻ തിരുവെഴുത്തുകളും ന്യായവും ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയത്തെ മനോഹരമായി അവതരിപ്പിച്ചു. 3-ന്റെ 21 മുതൽ 4-ന്റെ 25 വരെ. ഈ വിഭജനം മനസ്സിൽ വയ്ക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ ഭാഗത്തിൽപ്പെട്ട ഒരു വാക്യം എടുക്കുമ്പോൾ അത് ഏത് ഭാഗത്തിൽപ്പെട്ട വാക്യമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് വിവരിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ 3-ാം അധ്യായം 21 മുതൽ 4-ന്റെ 25 വരെ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയം, വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട നീതീകരണത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഈ വലിയ തത്വം അവതരിപ്പിച്ചതിന് ശേഷം ഇനി പൗലോസ് പറയാൻ പോകുന്നത് ഈ നീതീകരിക്കപ്പെട്ടതിൻ്റെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, നേട്ടങ്ങൾ എന്തൊക്കെയാണ്. പണ്ഡിതന്മാരെ സംബന്ധിച്ച് അവർ പറയുന്നത് പൗലോസ് കർത്താവ് യേശുക്രിസ്തുവിൽ ദൈവത്തിലുള്ള തൻ്റെ നിശ്ചയത്തെ ഒരു പാട്ടുപോലെ, ആ ആത്മീക സന്തോഷത്തെ പാടുകയാണ്. റോമലേഖനം 5-ന്റെ 11, ആദ്യത്തെ 11 വാക്യങ്ങൾ. ഇതിന് തത്തുല്യമായ മറ്റൊരു വേദഭാഗമില്ല എന്ന് പറയുന്നു. ഇവിടെ ക്രിസ്ത്യാനിത്വത്തിൻ്റെ അനന്തമായിട്ടുള്ള സാധ്യതകളും അനുഗ്രഹങ്ങളും ഒരു കപ്പ് നിറഞ്ഞ് കവിയുന്നത് പോലെയുള്ള അനുഭവം. അതാണ് ഈ 11 വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ വാസ്തവത്തിൽ നമ്മെ മനസ്സിലാക്കി തരികയാണ്, ബോധ്യം തരികയാണ് എന്തുകൊണ്ടാണ് ഈ അപ്പോസ്തലൻ ഇത്രമാത്രം കഷ്ടതകൾ നേരിട്ടത്, എങ്ങനെയാണത് അതിജീവിച്ചത്. ഇത്രമാത്രം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും സങ്കടങ്ങളും നിരാശജനം ഉളവാക്കുന്ന അവസ്ഥകളും കല്ലേറുകളും വലിച്ചഴിക്കപ്പെടും, കാട്ടിലാപത്ത്, നാട്ടിലെ ആപത്ത്, കള്ളസഹോദരന്മാരുടെ ആപത്ത്, കോലുകൊണ്ടുള്ള അടി, ചാട്ടവാറ് കൊണ്ടുള്ള അടി, വടി കൊണ്ടുള്ള അടി, എല്ലാവിധത്തിലുള്ള പ്രതികൂലങ്ങൾ. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതൽ 29 വരെ. ഈ തരത്തിലുള്ള പ്രതികൂല സംഘർഷ അവസ്ഥകൾ എങ്ങനെ അതിജീവിച്ചു? ഇത് വെറുതെ കയ്പ് നീര് കുടിക്കുന്നില്ല, കുടിച്ചിറക്കുകയല്ല, സഹിക്കുകയല്ല, അതിനെ അതിജീവിച്ചു, അതിന്മേൽ ജയം പ്രാപിച്ചു. ഈ കഷ്ടതകൾ പ്രതികൂലം പലരും സഹിക്കും, അതല്ല പൗലോസ് ചെയ്യുന്നത്. അതിനെ അതിജീവിച്ചു, അതിൻ്റെ മേൽ ജയം കൊള്ളി. പൗലോസ് റോമലേഖനം 8-37 ഉപയോഗിക്കുന്ന വാക്കതാണ്. റോമർ 8-37 പറഞ്ഞു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും, തൊട്ട് പുറകിൽ സങ്കട, ഉപദ്രവം, പട്ടിണി, കഷ്ടത, ആപത്ത്, നഗ്നത, വാള്, അർപ്പണ ആടുകളെപ്പോലെ എണ്ണുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞ് ഇതിലൊക്കെയും നമ്മളെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം പൂർണ്ണ ജയം പ്രാപിക്കുന്നു. താൻ ഏത് തരത്തിലുള്ള പ്രതികൂലങ്ങൾ നേരിട്ടാലും, റോമലേഖനം 5-ലേക്ക് എത്തുമ്പോൾ താൻ പറയുന്നത് ഏത് തരത്തിലുള്ള പ്രതികൂലങ്ങൾ നേരിട്ടിട്ടും തനിക്ക് സമാധാനമുണ്ട്, പ്രത്യാശയുണ്ട്. തൻ്റെ സമാധാനവും പ്രത്യാശയും നഷ്ടപ്പെടുന്നില്ല. 5-ാം അധ്യായത്തിൻ്റെ 1, 2, 4, 5 വാക്യങ്ങൾ. മാത്രമുള്ളൊരു വലിയ കാര്യം എനിക്കറിയാം, ദൈവം എന്നെ സ്നേഹിക്കുന്നു. 5-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെ അത് കാണാം. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിലാൽ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുകയാണ്. ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഈ പ്രതികൂലത്തിലൂടെ, വേദനയിലൂടെ, സംഘർഷത്തിലൂടെ, കഷ്ടതയിലൂടെ, ബുദ്ധിമുട്ടുള്ള പോകുമ്പോൾ തനിക്ക് നിശ്ചയമുള്ളൊരു കാര്യമാണ്, ദൈവം എന്നെ സ്നേഹിക്കുന്നു. തനിക്ക് നന്നായിട്ടറിയാം തൻ്റെ ശത്രുക്കൾ തന്നെ കൊന്നുകളഞ്ഞാലും താൻ അവസരം നിത്യതയിൽ ചെന്ന് ചേരും. നിത്യമായ രക്ഷ തനിക്ക് സ്വന്തമാകും. തൻ്റെ ദൈവത്തോട് ചേരും.
അത് 5-ാം അധ്യായത്തിൻ്റെ 2, 9, 10 വാക്യങ്ങൾ പറയും. ഇത് അനുഗ്രഹങ്ങളാണ്. ഇപ്പോൾ പൗലോസ് പറയുന്നത്, ആഗ്രഹിക്കുന്നത് തനിക്കുള്ള ഈ നിശ്ചയം, ഈ ഉറപ്പ് താൻ ആരോടൊക്കെയാണോ പഠിപ്പിക്കുന്നത്, പ്രസംഗിക്കുന്നത് അവർക്കുണ്ടാകണം. തനിക്ക് മാത്രം നിശ്ചയമുണ്ടായ പോരാ, തന്നെ കേൾക്കുന്നവർക്ക് നിശ്ചയമുണ്ടാകണം. അവർക്ക് ഈ സത്യങ്ങൾ അറിയണം. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളെ പ്രായത്തിൽ തന്നെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടണം. ദൈവത്തെ അറിയുന്നതിൻ്റെ അനുഗ്രഹങ്ങൾ. നമുക്ക് 1-2 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഈ അറിഞ്ഞിരിക്കേണ്ട 3 സത്യങ്ങളിൽ 1-ാമത്തെ സത്യം പരാമർശിച്ച് ഇന്ന് അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. റോമലേഖനം 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. സമാധാനം തേടിയുള്ള യാത്രയാണ് ഭൂമിയിൽ സകല മനുഷ്യരിലും. മനസ്സിൽ നിന്ന് വിട്ടുമാറാത്തൊരു ചിന്തയാണ് സമാധാനം, സമാധാനം, സമാധാനം. പ്രത്യേകിച്ച് പ്രക്ഷുബ്ധമായ യുദ്ധത്തിൻ്റെതായ അന്തരീക്ഷങ്ങളിൽ, സംഘർഷം നിറഞ്ഞ ഭവനത്തിൽ, വഴക്കും വക്കാണോ നിറഞ്ഞു കിടക്കുന്ന ക്രിസ്തീയ സഭകളിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടത് സമാധാനം, സമാധാനം. പക്ഷെ അനേകങ്ങൾക്ക് വന്നിരിക്കുന്നൊരു തെറ്റിദ്ധാരണ, അനേകർക്ക് വന്നിരിക്കുന്ന അബദ്ധമെന്ന് പറയുന്നത്, സമാധാനമെന്ന് പറഞ്ഞാൽ സംഘർഷങ്ങളും കോലാഹലങ്ങളും യുദ്ധങ്ങളും ഒന്നുമില്ലാത്തൊരു സമയമാണ്, ഇല്ലാത്ത അന്തരീക്ഷമാണ് സമാധാനമെന്നാണ് പലരുടെയും ധാരണ. അതിനെയാണ് സമാധാനമെന്ന് പലർ കാണുന്നത്. യുദ്ധം അവസാനിച്ചു, പിറ്റേ ദിവസത്തെ പത്രത്തിൻ്റെ തലക്കെട്ട്, അവസാനം സമാധാനമെത്തി, ആ കുടുംബം സമാധാനത്തിലാണ്, ആ സഭ എത്ര സമാധാനത്തിലാണ്. വഴക്കില്ല, പ്രയാസമില്ല, കല്ലേറില്ല, യുദ്ധമില്ല, കെടുതികളില്ല, സമാധാനം. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളുമെല്ലാം ഇല്ലാത്തൊരു അന്തരീക്ഷമാണ് സമാധാനമെന്ന തെറ്റിദ്ധാരണയാണ് ലോകത്തിലുള്ളത്. യഥാർത്ഥ സമാധാനം കാണേണ്ടത്, കണ്ടെത്തേണ്ടത് പ്രശ്നങ്ങളില്ലാത്തൊരു സമയമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് യഥാർത്ഥ സമാധാനം. ആദ്യം പഠിക്കേണ്ട പാഠം അതാണ്. യഥാർത്ഥ സമാധാനം കണ്ടെത്തേണ്ടത് പ്രശ്നങ്ങളില്ലാത്തൊരു അന്തരീക്ഷത്തെ തേടിക്കൊണ്ടല്ല, വഴക്കും വക്കാണവും കലഹവും കോലാഹലവും എല്ലാം അവസാനിക്കുന്നൊരു അന്തരീക്ഷത്തിലല്ല. യഥാർത്ഥ സമാധാനം, നമ്മൾ പറയുന്ന യഥാർത്ഥ സമാധാനം, ആ സമാധാനം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്, ദൈവസന്നിധിയിലാണ്. അവിടെയാണ് യഥാർത്ഥ സമാധാനം. ലോകത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചില ശാന്തതകളുണ്ടാകും. വെടിയൊച്ചയ്ക്ക് അവസാനിക്കും, വഴക്കുമൊക്കെ ഒന്ന് അവസാനിക്കും. പക്ഷെ അത് വലിയൊരു പൊട്ടിത്തെറിക്ക് മുമ്പുള്ള അവസ്ഥ മാത്രമാണ്. ആ ശാന്തത എന്ന് പറയുന്നത് ഒരു വലിയൊരു പൊട്ടിത്തെറിക്ക് മുമ്പുള്ള ഒരവസ്ഥ മാത്രമാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് ശാന്തത കിട്ടുമ്പോൾ എല്ലാവരും വിചാരിക്കും സമാധാനം കിട്ടി. അതല്ല സമയം, അത് പെട്ടെന്ന് വീണ്ടും മാറും. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ വീണ്ടും പഴയതുപോലെ പ്രശ്നമുണ്ടാകും. പാപപങ്കിലമാണ് ഈ ലോകം. പാപപങ്കിലമായ ലോകത്തിൽ കോലാഹലങ്ങളും താറുമാറായ വഴക്കും വക്കാണവുമാണ് ഇവിടെയുള്ള പൊതുവായിട്ടുള്ള സർവ്വസാധാരണമായ സ്വഭാവം. കാരണം പാപപങ്കിലമാണ്. പാപമുള്ളിടത്ത് ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല. ഈ തിരമാലകളെ നുരച്ച് പൊങ്ങിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ വല്ലപ്പോഴും ഒരു ശാന്തത ഉണ്ടായെന്ന് വരാം, പക്ഷെ അതല്ല, ശാശ്വതമല്ല. അപ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടുവാൻ നാം അവരെ പരിശീലിപ്പിക്കുമ്പോൾ അവർക്ക് ഈ ബോധ്യം കൊടുക്കണം. വഴക്കും വക്കാണവും പ്രശ്നവും സംഘർഷവും കോലാഹലവും തല്ലും ഇതൊക്കെ അവസാനിക്കുന്നതല്ല സമാധാനമെന്നും, സമാധാനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ ലഭിക്കുമ്പോഴാണ് സമാധാനമെന്നുള്ളത്, യഥാർത്ഥ സമാധാനം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് പഠിപ്പിക്കണം, പറഞ്ഞു കൊടുക്കണം. അപ്പം ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് ആരംഭിക്കുന്നത് ശരിക്കും ഇംഗ്ലീഷിൽ ദെയർഫോർ എന്ന വാക്കുകൊണ്ട് ആരംഭിക്കും. മലയാളത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. ആയതിനാൽ, അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ അവിടെ പൗലോസ് ഈ അതുകൊണ്ട് എന്ന വാക്ക്, ഇംഗ്ലീഷിൽ ദെയർഫോർ എന്ന വാക്ക് അവിടെ കാണുന്നതിൻ്റെ അർത്ഥം ഈ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ആ വിഷയത്തിൻ്റെ തുടർച്ചയാണ്, ആ നീതീകരണത്തിൻ്റെ അനുഭവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ തുടർച്ചയാണ് ഈ പറയുന്നത്. അതുകൊണ്ട്
നീതീകരിക്കപ്പെട്ടതുകൊണ്ട് കർമ്മത്തിൻ്റെയും പ്രമാണത്തിൻ്റെയും വ്യവസ്ഥ നമുക്ക് നിരാശ മാത്രമേ തരൂ. അധ്വാനിക്ക് ഭാരം ചുമക്കുന്നവർ എന്ന് യേശു വിളിച്ചത് അതുകൊണ്ടാണ്. ഈ കല്ല് മലയിലേക്ക് ഉരുട്ടിക്കയറ്റുന്ന പോലെ ഈ ഉരുണ്ട കല്ല് ഉരുട്ടിക്കയറ്റും തോറും നമ്മൾ കൈവിട്ടാൽ തിരിച്ചാവിട്ട് വരും. ഈ കർമ്മവും ആചാരാനുഷ്ഠാനങ്ങളും പ്രകടനങ്ങളും പ്രമാണങ്ങളുമെല്ലാം എത്ര ചെയ്താലും നമുക്ക് നിരാശ മാത്രമാണ്, സംശയം മാത്രമാണ് അവസാനം. കാരണം നമുക്ക് ഒരു നിയമവും പൂർണ്ണമായി തികവോടെ ചെയ്യാൻ കഴിയില്ല. മറുവശത്ത് എന്താണ്? കൃപയും വിശ്വാസവും. കൃപയും വിശ്വാസവും ദൈവകൃപയാൽ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണ് സമാധാനം. ഈ വിഷയമാണ് നമ്മൾ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. റോമാലേഖനം 5-ാം അധ്യായം. ഇപ്പോൾ നാം കണ്ടു അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് കണ്ടു. അത് ദൈവത്തിൻ്റെ ശക്തിയിലാണ്, തൻ്റെ ശക്തിയിലല്ല. നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്, വഴിതെറ്റി പോകരുത്. ദൈവം ഇത്ര ശക്തരെന്ന് മനസ്സിലാക്കണം. അതിന് ബൈബിൾ വായന വേണം, ബൈബിൾ പഠനം വേണം. അബ്രഹാം ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിട്ടു. വിശ്വാസത്തിൽ യാഥാർത്ഥ്യങ്ങൾ നേരിടും, വസ്തുതകൾ നേരിടും, അതിൻ്റെ ശരിക്കുള്ള ചിത്രം മനസ്സിലാക്കും, തൻ്റെ കഴിവില്ലായ്മ തിരിച്ചറിയും, എന്നിട്ട് എല്ലാം കഴിയും ദൈവത്തിൽ ആശ്രയിക്കും. അങ്ങനെ അബ്രഹാം നമ്മുടെ മാതൃകയായി. അബ്രഹാമിനെക്കുറിച്ച് എഴുതി നമ്മളെ പഠിപ്പിക്കാനായി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി മരിച്ച നീതീകരണത്തെ ഉറപ്പിച്ചിരിക്കുന്ന കർത്താവ് യേശുവിൽ വിശ്വാസം അർപ്പിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും. തുടരാം അടുത്ത ദിവസങ്ങളിലും. ഈ നീതീകരിക്കപ്പെട്ടതിൻ്റെ അനുഗ്രഹം അത് വളരെ പ്രധാനമാണ്. ദൈവത്തോട് നന്ദി കരയറ്റുക, സ്തുതിക്കുക, ബഹുമാനിക്കുക. ഈ അനുഗ്രഹം നമുക്ക് സൗജന്യമായി നൽകിയതില്ല. തുടരാം അടുത്ത ദിവസം. നിങ്ങളുടെ സമയത്തിനായിട്ട് നന്ദി. താങ്ക് യു.